നമുക്കിപ്പം ഷാഫി മാഷ് ചേരുന്നുണ്ട്. ഐഡിയൽ സ്കൂൾ മലപ്പുറത്തെ മാഷാണ്. ഷാഫി മാഷെ നമസ്കാരം. എനിക്കറിയാം ഇത് മലപ്പുറം ജില്ലയ്ക്ക് പോയിന്റ് കിട്ടി എന്നുള്ളതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ രേഖകളിലൊന്നും കൃത്രിമം കാണിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായോ ജില്ലാ മീറ്റിൽ? സാർ ഒരിക്കലുമില്ല. നിലവിൽ ഞങ്ങളുടെ എൻട്രികളെല്ലാം പ്രോപ്പറാണ്. ഈ പറയുന്ന കുട്ടിയുടെ കാര്യമാണെങ്കിൽ അത് ഐഡിയൽ സ്കൂൾ പ്രഷർ ചെയ്തിട്ടോ ഐഡിയൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ടോ വന്നിട്ടുള്ള എൻട്രി അല്ല. മലപ്പുറം ജില്ലാ മീറ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഹൈ ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമേ അല്ലായിരുന്നു അത്. ആ സമയത്ത് പലതവണ ഈ കുട്ടി മിൻസാര എന്ന് പറയുന്ന ഈ കുട്ടി അവിടെ ഒഫീഷ്യൽസിന്റെ അടുത്ത് പറയുകയുണ്ടായി, ഇവിടെ ഒരിക്കലും ഹൈ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ക്രോസ് ബാർ ഒട്ടും കാണുന്നില്ല, മഴയുടെ പ്രശ്നവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ സാഹചര്യത്തിൽ തന്നെയല്ലേ മറ്റ് 3 കുട്ടികളും ഹൈ ജമ്പ് ചെയ്തത്? അതെ സാർ, അതിന്റെ പെർഫോമൻസ് സാർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും. 130 ആണ്. 130 ഒരിക്കലും ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു പെർഫോമൻസ് അല്ല. സാറിന് സ്റ്റേറ്റിലൊക്കെ പെർഫോമൻസ് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോ വളരെ മോശം. അതിനു മുമ്പ് ഈ 140 ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടിയാണ് എന്ന് 150, 160 ഒക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്ന കുട്ടിയാണ് സാധാരണ രീതിയിൽ. പക്ഷേ ആ സാഹചര്യത്തിൽ ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും രേഖാമൂലം ഈ കുട്ടി ഇല്ല അല്ലേ? പക്ഷേ സാർ അതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ മത്സരിക്കുന്ന മുഴുവൻ താരങ്ങൾക്കും അറിയാം ഈ കുട്ടി നാഷണൽ അത്ലറ്റ് ആണെന്നും അവിടെയുള്ള ഒഫീഷ്യൽസിനും മറ്റെല്ലാം അറിയാം. അത് ഐഡിയലിന്റെ പ്രത്യേക ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ട് വന്നതല്ല. അത് ഒഫീഷ്യൽസും മറ്റ് അവിടുത്തെ ഈ ഒഴിവാക്കപ്പെട്ട കുട്ടിക്ക് പരാതി ഉണ്ടാവോ ഷാഫി മാഷേ? അത് ആ കുട്ടി തന്നെ നേരിട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒഴിവാക്കപ്പെട്ട കുട്ടിയല്ല, ആ കുട്ടികൾ പരസ്പരം മനസ്സിലാക്കി മറ്റേ കുട്ടിക്ക് അർഹതയുള്ളതാണ്, ആ കുട്ടിയാണ് പോവേണ്ടത്, ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്തത് ആ കുട്ടിയാണെന്ന് ഒഫീഷ്യൽസും ആ കുട്ടികളും തമ്മിലെടുത്ത തീരുമാനമാണ് സാർ. ഐഡിയയിൽ ഒരു പ്രത്യേക എൻഡ് ഇടാനോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി. അല്ലല്ല, ഞാൻ സ്കൂളിനെ കുറ്റപ്പെടുത്തുകയല്ല. ഇതിപ്പോ ജില്ലാ മീറ്റ് നടത്തിയ സംഘാടകര് മറ്റുള്ള കളിക്കാരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഹൈ ജമ്പ് ചെയ്യുന്ന അത്ലറ്റുകളുമായിട്ട് ആലോചിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ ഈ പുറത്തു പോയ കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടിക്ക്? ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരു കുട്ടിയാണ്. അപ്പോ കോച്ചസ് ഒക്കെ ആയിട്ട് പരിചയമുണ്ട്. അവരൊക്കെ ഞങ്ങളോട് ഇത് വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഈ കുട്ടിയാണ് അത് മത്സരിക്കേണ്ടത്, കുട്ടിക്ക് അർഹതപ്പെട്ടതാണ്. ഇപ്പൊ അങ്ങനെ ഒരു പരാതി ആ കുട്ടിക്കുണ്ടോ? നിലവിലില്ല സാർ. ഇതിപ്പോ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാന്നല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പരാതിയില്ല, ഒന്നുമില്ല. ഓക്കെ, അതാണ് രേഖാമൂലം ആയില്ല. അവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഈ കുട്ടി മികച്ച പെർഫോമൻസ് ഉണ്ടെന്ന് ജില്ലയിലെ അധികാരികൾക്ക് അറിയാവുന്നതുകൊണ്ട് പോയി എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. കേരളത്തിന്റെ ഒരു പ്രധാന സ്വാപ്പിംഗ് ആണ്. രേഖാമൂലം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷേ ജില്ലാധികാരികൾ ഈ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് എന്തായാലും ഈ കുട്ടി പോട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ ഷാഫി മാഷെ, താങ്ക് യു. ഷാഫി മാഷാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. നമുക്കൊന്ന് ജയേഷിലേക്ക് കൂടി പോകണം. ജയേഷ്, ഇതാണ് ഷാഫി മാഷ് നൽകുന്നൊരു വിശദീകരണം. പക്ഷെ അപ്പോഴും ജയേഷ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെ മത്സരിച്ചാലും രേഖാമൂലം വരണമല്ലോ. ചില ദിവസങ്ങളിൽ ചിലർക്ക് പെർഫോമൻസ് മോശമാവും. അത് സ്പോർട്സിന്റെ തന്നെ ഒരു നിയമമാണ്. എല്ലാ ദിവസവും ഒരേപോലെ ഫിറ്റായിരിക്കണമെന്നില്ല. അപ്പോൾ ആ ദിവസം ആ കുട്ടി ഫിറ്റല്ല എന്ന് കരുതി ആ കുട്ടിയുടെ മോശം പെർഫോമൻസ് ആണ്, അതുകൊണ്ട് ആ കുട്ടി പുറത്താവുന്നു. പക്ഷേ ഈ ഷാഫി മാഷ് പറയുന്നത് അവിടെയല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് എന്നാണ്. ജയേഷ്, അതിനകത്ത് പരാതിയുണ്ടോ ഈ പുറത്താക്കപ്പെട്ട കുട്ടിക്ക്? ഷാഫി മാഷ് പറഞ്ഞ ഗോട്ടിൽ നിന്ന് ഞാൻ തുടങ്ങാം. കാരണം എല്ലാവരും കൂടി കൂടിയെടുത്തൊരു തീരുമാനം തീർന്നു. അത്തരത്തിലുള്ളൊരു പ്രസ്താവന തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കാത്തതാണ്. കാരണം ഉസൈൻ ബോൾട്ട് എല്ലാ മത്സരവും എല്ലാ ഓട്ടവും വിജയിച്ചിട്ടില്ല, അദ്ദേഹം പരാജയപ്പെട്ട മത്സരങ്ങളുണ്ട്. ആ കുട്ടി മികച്ച അത്ലറ്റാണ്, നാഷണൽ ലെവൽ മത്സരിച്ച കുട്ടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് സ്റ്റേറ്റ് മീറ്റിൽ വന്നിട്ട് വന്ന എൻട്രിയിലാണ് നമുക്ക് പ്രശ്നം. സ്റ്റേറ്റ് മീറ്റിൽ വന്നിട്ട് ആ കുട്ടി മെഡലുകൾ നേടി, ഒരു തർക്കവുമില്ല. പക്ഷേ ഇങ്ങോട്ട് വന്ന രീതിക്കാണ് പ്രശ്നം. അതായത് കുട്ടികൾ തമ്മിൽ ഒഫീഷ്യൽസ് തമ്മിൽ ധാരണ എത്തിയെന്ന് പറയുന്നു. ആ ധാരണ തന്നെയാണല്ലോ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ആദ്യത്തെ 3 സ്ഥാനം നേടിയ കുട്ടികൾ ഡയറക്റ്റ് എൻട്രി നൽകുകയാണ്. അതിൽ വേറെ കുറുക്കുവഴികളോ വേറെ ചൂട്ടുവഴികളോ ഒന്നുമില്ല. ആ ധാരണ തന്നെയാണ് പ്രശ്നം. ആ ധാരണ തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതും. പിന്നെ അദ്ദേഹം പറഞ്ഞത് പരാതിയില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് നാവമുകുന്ദ സ്കൂൾ അധികൃതർ മലപ്പുറം DEക്ക് പരാതി നൽകിയതിന്റെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അവർ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, താങ്ക് യു. ജയേഷാണ് നമുക്കൊപ്പം ചേർന്നത്. ഇത് ഏതെങ്കിലും വിധത്തിൽ ആ കുട്ടിയെ മാനസികമായി വിഷമിപ്പിക്കാനുള്ളതല്ല. ആ കുട്ടി മികച്ച അത്ലറ്റാണ്. അതേസമയം 3ാം സ്ഥാനത്ത് വന്ന് സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാതെ പോയ കുട്ടിയും ഒരു അത്ലറ്റാണ് എന്നുള്ളതാണ്. എല്ലാ ദിവസങ്ങളും എല്ലാ അത്ലറ്റുകൾക്കും ഒരുപോലെ ആവില്ല. അവരുടെ ഫോമിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും.
അവരുടെ ഫോമിനെ, അവരുടെ ഫിറ്റ്നസ്, കാലാവസ്ഥ, ഇതൊക്കെ ചിലപ്പോൾ അവരെ ബാധിക്കും. അപ്പോൾ ആ ദിവസം പുറത്തു പോയാൽ നിർഭാഗ്യമെന്നേ നമുക്ക് പറയാൻ പറ്റും, അല്ലാതെ എന്താ പറയാൻ പറ്റുക? ഇപ്പോൾ സ്റ്റേറ്റ് മീറ്റിൽ വരുന്ന ദിവസം ആ കുട്ടിക്ക് ഒരു പനി പിടിച്ചു പോയാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒരു നാഷണൽ മീറ്റിൽ പങ്കെടുത്ത കുട്ടിയാണ്, പനി പിടിച്ചതുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതാണ് സ്പോർട്സിൻ്റെ ഒരു സൗന്ദര്യവും ഒരു അനിശ്ചിതത്വവും അതാണ്. അതേസമയം ടാലന്റഡ് ആണ് ആ കുട്ടി എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. നന്നായി മിടുക്കി ജമ്പ് ചെയ്യട്ടെ. പക്ഷേ അത് ഈ രേഖകൾ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് ഒരു വിഷമം ഉണ്ടാവുന്നത്.